Hello friends, welcome back to our channel. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുക ഉറങ്ങുക. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഹോബീസ് ഒക്കെ ഉണ്ട്, വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി കുറച്ച് പടങ്ങളൊക്കെ വരച്ചിരുന്നു. ഞാൻ കാട്ടിത്തരാം. ഞാൻ ഈടായിട്ട് ഒരു ആർട്ട് പരിപാടി ഞാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേക ഒരു ആർട്ടാണ്, മണ്ടാല ആർട്ട് എന്ന് പറയും. എല്ലാവരും ചെയ്ത് കുറെ ആയതാണ്. ഞാൻ ഈ റീസെന്റ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ രണ്ടുമൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുപോലത്തെ. ഇത് കണ്ടോ, കോവിഡിനെ റെപ്രസെന്റ് ചെയ്ത ഒരു മണ്ടാല ആർട്ട് ഞാൻ ചെയ്തു. പിന്നെ ഒരു ബൊട്ടിക്കിന് വേണ്ടിയിട്ട് എനിക്കൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനായിട്ട് ഞാനൊരു ഇത് വരച്ചായിരുന്നു. ഇത് കണ്ടോ. ഇപ്പൊ ഈ ഡ്രസ്സ് വഴിയെ എൻ്റെ ഒരു ഷൂട്ടിൽ പ്രതീക്ഷിക്കാം. പിന്നെ ഒരു ഡ്രോയിങ് എന്ന് പറയാൻ പറ്റില്ല, ഒരു എംബോസിങ് പോലത്തെ ഒരു ആർട്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ലോക്ക്ഡൗൺ ടൈം ഇങ്ങനെയൊക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ അങ്ങനെ പ്രോപ്പർ ലൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ മൈക്കോ എൻ്റെ കയ്യിലില്ല. അപ്പോൾ സൗണ്ട് അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട്, മിൽക്കി എന്നാണ് അവളുടെ പേര്. ഇപ്പം മിൽക്കി എപ്പോഴും കുറച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ശബ്ദവും ബാക്ക്ഗ്രൗണ്ടിലുണ്ടാവും. അപ്പൊ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ 500 റുപ്പീസിന് കിട്ടുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ആണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. അതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രശ്നം വന്നു, ഭയങ്കര ഡിലേ വന്നു, മഴ വന്നു, കറണ്ട് പോയി, പട്ടി കോര, ഭയങ്കര പ്രശ്നങ്ങളാണ്. മിനിക്കാണെങ്കിൽ എപ്പോഴും കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുക. എന്നാ പറഞ്ഞാലും കേൾപ്പിക്കത്തില്ല, കുറയോട് കുറെ. പിന്നെ എന്താ, ഇപ്പൊ ഇവിടെ ഭയങ്കര മഴയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ വന്നതാണ്. പിന്നെന്താ, അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പൊ നമുക്ക് ആ വീഡിയോ കണ്ടന്റിലേക്ക് എല്ലാം 500 രൂപ താഴെയുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പൊ വെറും 7 പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്തുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ അതിന്റെ പ്രോഡക്ട്സിന്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം അതിനെപ്പറ്റി ഞാൻ വിശദമാക്കി നമുക്ക് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിന്റെ എല്ലാം വിലയും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ മേക്കപ്പ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസറിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂട്രോജനയുടെ ഹൈഡ്രോ ബൂസ്റ്റ് വാട്ടർ ജെൽ എന്ന് പറയുന്ന മോയ്സ്ചറൈസർ ആണ്. ഇത് കൂടുതലും നല്ലത് ഓയിലി സ്കിന്ന്, പെട്ടെന്ന് സ്വെറ്റ് ആവുന്ന സ്കിന്നിനൊക്കെയാണ് ഏറ്റവും ബെറ്റർ. ഇത് നോർമൽ സ്കിന്നിനും ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. എനിക്കത് യൂസ് ചെയ്തിട്ട് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പിന്നെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിന് ഇത് ഒട്ടും പറ്റത്തില്ല, അത് യൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വില ഏകദേശം 370 ആണ്. ഇതിന്റെ വില 370 രൂപയാണ്. 370 രൂപയ്ക്ക് കൊച്ചു ബോട്ടിലായിട്ടേ കിട്ടത്തുള്ളൂ. അപ്പൊ എന്തായാലും ഇതിന്റെ വില 370 രൂപയാണ്. വളരെ നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഈവൻ മോയ്സ്ചറൈസറോ പ്രൈമറോ എന്തായാലും ആയിക്കോട്ടെ, നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് അത് സ്കിന്നിലേക്ക് ഒന്ന് പിടിക്കട്ടെ, ഒന്ന് അബ്സോർബ് ആകട്ടെ, അതിനുള്ളൊരു ടൈം നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് റൗണ്ട് മസാജ് ഒക്കെ കൊടുത്ത് നല്ല സ്കിന്നിലേക്ക് അബ്സോർബ് ആക്കി. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ ന്യൂട്രോജനയുടെ അൾട്രാ ഷീൽഡ് ഡ്രൈ ടച്ച് സൺബ്ലോക്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. SPF 50+ ഉണ്ട്. അപ്പൊ ഇതിന്റെ വില ഏകദേശം 50 റേഞ്ചിലാണ് ഇതിന്റെ വില വരുന്നത്. ഇതിന്റെ വലിയതിന് പിന്നെയും എനിക്ക് തോന്നുന്നത് 500 above ഒക്കെ ആകും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ പ്രൈസ്. വളരെ നല്ലൊരു സൺസ്ക്രീൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഗ്രീസി ആവാതെ നല്ലൊരു ഡ്രൈ ടച്ച് സൺസ്ക്രീൻ ആണിത്. ഞാൻ എൻ്റെ ബ്രൈറ്റ്സിനൊക്കെ ഇട്ട് കൊടുക്കുന്ന സൺസ്ക്രീൻ ഇതാണ്, ന്യൂട്രോജനയുടെ സൺസ്ക്രീൻ. എനിക്ക് പേഴ്സണലി ഭയങ്കര യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം അല്ലേ. അടുത്തായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മെബിലിൻ ഫിറ്റ്മി ആണ്. മെബിലിൻ ഫിറ്റ്മിയുടെ 230 എന്ന് പറയുന്ന ഷെയ്ഡാണ് എൻ്റെ സ്കിൻ ഷെയ്ഡ്, കറക്റ്റ് സ്കിൻ ഷെയ്ഡാണിത്. അപ്പോൾ ഇതിൻ്റെ വില വെറും 299 രൂപയേ ഉള്ളൂ. ആ ഒരു റേഞ്ചിൽ നമുക്ക് നല്ലൊരു ഫൗണ്ടേഷനാണ് ഇത്. പിന്നെ ഒരു ലൈറ്റ് കവറേജ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഫൗണ്ടേഷനാണ്, ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫൗണ്ടേഷൻ ആണ് മെബിലിൻ ഫിറ്റ്മി എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ ഏതാണെങ്കിലും ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നു ശരിക്കും പറഞ്ഞ ഒരു ക്യാൻവാസിൽ നമ്മൾ പെയിന്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫീലോട് കൂടി വേണം നമ്മൾ ചെയ്യാനായിട്ട്. എല്ലാ സൈഡിലും ഈവൻ ആയിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക.
അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ ബ്രഷ് കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ വലിയ ബ്ലെൻഡിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ ടൈപ്പ് ഫൗണ്ടേഷൻ ഒന്നും ഒരുപാട് നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചൊന്നും ബ്ലെൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് നമ്മൾ ഇടുമ്പോൾ തന്നെ സ്കിന്നിലേക്ക് ഒരു അബ്സോർബ് ആകുന്ന ടൈപ്പ് ഫൗണ്ടേഷനാണ്. നമ്മൾ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് സ്കിൻ ഷെയ്ഡ് തന്നെ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ ഭയങ്കരമായിട്ട് കറുത്തിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ കറക്റ്റ് സ്കിൻ കളർ ഫൗണ്ടേഷൻ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ഫേസ് ഇത് അത്യാവശ്യം നല്ല രീതിയിലൊരു നാച്ചുറൽ ഗ്ലോയിൽ നമ്മൾ ഫേസിന് ഒരു കവറേജ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് അതൊരു പൗഡർ വെച്ച് ടച്ചപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബ്രഷ് കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് അധികം ബ്ലെൻഡിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം പ്രോഡക്ട്സ് എല്ലാം ബ്യൂട്ടി ബ്ലെൻഡറിൽ പോകും. അത്രയും എന്താ പറയുക, അത്രയും മൈൽഡായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഫൗണ്ടേഷൻ ഉള്ളത്. ഇടുമ്പോൾ തന്നെ സ്കിന്നിലേക്ക് ലയിച്ച് ചേരുന്നൊരു ഫൗണ്ടേഷനാണ് ഈ മെബിലിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫൗണ്ടേഷൻ. നാച്ചുറൽ ഗ്ലോ ഉണ്ട് എന്താണേലും. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഫൗണ്ടേഷൻ ഒന്ന് പൗഡർ വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മെബിലിൻ ഫിറ്റ്മിയുടെ തന്നെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വാം ന്യൂഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണിത്. പിന്നെ ഇതിൻ്റെ വില ഏകദേശം 250 ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടും. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനും അതുപോലെ തന്നെ എന്താ പറയുക കോമ്പാക്ട് പൗഡറും എല്ലാം മെബിലിൻ ഫിറ്റ്മിയിലുണ്ട്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. അപ്പം ഞാൻ ഈ മേക്കപ്പിൻ്റെ കോഴ്സ് പഠിക്കുന്നതിന് മുമ്പേ തന്നെ കേട്ടോ ഫൗണ്ടേഷനൊക്കെ ചെറുതായിട്ട് ഇടുമായിരുന്നേ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സ് ഒക്കെ ഈ മെബിലിൻ, അതുപോലെ തന്നെ ലോറിയൽ പാരീസ്, അങ്ങനെയുള്ള ബ്രാൻഡ്സ് ആയിരുന്നു. അന്നൊക്കെ ഇത് ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന ബ്രാൻഡ്സ് ആയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോഡക്ട്സ് ഇത്രയും ലോ കോസ്റ്റ് കിട്ടാന്ന് പറയുന്നത് എനിക്കൊരു അത്ഭുതം തോന്നാറുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകണം. എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ മൈക്കില്ലാത്തത് കൊണ്ട് ഈ നോയ്സ് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഈ ഫാൻ ഇടാനും പറ്റത്തില്ല, AC ഇല്ല. സോ എനിക്ക് ഭയങ്കര ചൂടെടുക്കുന്നുണ്ട്. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ എന്താണേലും ഫാനോ AC ഇട്ടിട്ട് വേണം നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ഇടുമ്പോൾ തന്നെ ഒലിച്ചു പോകും. പൗഡർ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പം സെറ്റും ആയിക്കോളും. ഇനി പൗഡർ ബ്രഷ് ഇല്ലാത്തൊരു വിഷമിക്കേണ്ട, ഇതുപോലത്തെ ചെറിയ സ്പോഞ്ചുകൾ മേടിക്കാൻ കിട്ടും. അത് വെച്ചിട്ടാണെങ്കിലും സെറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ ജസ്റ്റ് പൗഡർ ബ്രഷ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ബ്രഷ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് തന്നെ നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിലേക്കാണ് പോകുന്നത്. ഇനി ഐസും നമ്മുടെ ലിപ്സും മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് ആവാനായിട്ട്. എനിക്കൊരു മേക്കപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഐസും ലിപ്സും ആണ്. ഈ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്യാമെന്ന് ഓർത്തു. ഐബ്രോ ഷേപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സ്വിസ് ബ്യൂട്ടി ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഏകദേശം ഒരു 64 ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്യാം. ലൈറ്റ് ബ്രൗൺ കളറാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ പല ഷെയ്ഡ്സും അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കി വാങ്ങുക. ഒരുപാട് വൈറ്റ് നല്ല വെളുത്ത ആളുകൾക്ക് ഒരുപാട് ജെറ്റ് ബ്ലാക്ക് ഐബ്രോ പെൻസിൽ അത്ര ചേരില്ല. കാരണം ഭയങ്കര ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നും. അപ്പോൾ ഈ ഐബ്രോ പെൻസിലിൻ്റെ ഒരറ്റത്ത് തന്നെ കോംബ് ചെയ്യാനുള്ള ഇതുണ്ട്, സ്പൂളി ബ്രഷ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഇതൊന്ന് കോംബ് ചെയ്യുന്നു. അതിനുശേഷം ലൈറ്റായിട്ട് ഒന്ന് എഴുതി കൊടുക്കുന്നു. ലൈറ്റായിട്ട് നമ്മൾ ഈ ഐബ്രോയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊണ്ട് ഒരുപാട് ഒരിക്കലും കറുപ്പിച്ച് വെക്കരുത്. അവിടെ എപ്പോഴും ലൈറ്റായിട്ടേ വരാവുള്ളൂ. നമ്മൾ ഈ പോർഷനിൽ പിന്നെ അത്യാവശ്യം കറുപ്പിക്കുന്നതിന് കുഴപ്പമില്ല. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരിക്കലും കൊണ്ട് കറുപ്പിക്കരുത്. ഓക്കെ, നമ്മൾ ഐബ്രോ അത്യാവശ്യം ഒന്ന് ഡിഫൈൻഡ് ആക്കി. ഇനി അടുത്തായിട്ട് നമ്മൾ കണ്ണെഴുതാൻ പോവാണ്. കണ്ണെഴുതാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐടെക്സ് ഡാസ്ലറിന്റെ ഐലൈനർ ആണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 60 രൂപയേ ഉള്ളൂ. വെറും 60 രൂപയേ ഉള്ളൂ. നമുക്ക് കണ്ണെഴുതാം. ഞാൻ എന്റെ +2 കാലങ്ങളിലൊക്കെ കണ്ണെഴുതിക്കൊണ്ടിരുന്ന ഈ ഐടെക്സും ലാക്മേയുടെ ഒരു 100 രൂപയുടെ ഇത് കിട്ടത്തില്ല, ഐലൈനർ കിട്ടത്തില്ല. അതൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ എന്റെ +2 കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ കണ്ണെഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പോഴല്ലേ ഭയങ്കര വില കൂടിയ ഐറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ ഒരു പ്രൈസിൽ ഈ ഒരു ഐലൈനർ അടിപൊളിയാണ്. ലാക്മേയുടെ ഐടെക്സിന്റെ ഒക്കെ എനിക്ക് പേഴ്സണലി ഇപ്പോഴും ഇതിനോട് ഇഷ്ടം തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു എക്സ്പെൻസീവ് പ്രോഡക്ട്സും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് കണ്ണെഴുതി കഴിഞ്ഞു. അതിൻ്റെ അകത്തും ഈ ഐലൈനർ വെച്ചിട്ട് തന്നെയാണ് എഴുതിയത്. ഇനി അത് കണ്ണിനകത്ത് പോയാൽ നീറ്റിലുള്ളവർക്ക് ചെറിയ ഐ പെൻസിൽ വെച്ചിട്ട് എഴുതിയിട്ട് അതിൻ്റെ പുറത്തോടെ ഐലൈനർ വെച്ച് എഴുതി കൊടുത്താലും മതിയാവും. എനിക്ക് തോന്നുന്നു ലാക്മേയുടെ ഐ പെൻസിൽ കിട്ടാനുണ്ട് നല്ല അഫോർഡബിൾ റേഞ്ചിൽ. ഒരു 500ന് താഴെ ഐ പെൻസിൽ കിട്ടാനുണ്ട്. അത് വെച്ചിട്ട് കണ്ണിൻ്റെ ഈ ഉൾഭാഗം വാട്ടർ ലൈൻ മാത്രം എഴുതി കൊടുത്തിട്ട് അതിൻ്റെ പുറത്തോടെ ഐലൈനർ വെച്ച് എഴുതിയാലും മതിയാകും. ഇങ്ങനെ കണ്ണിനകത്ത് ഐലൈനർ പോയാൽ നീറ്റിലുള്ള ആളുകൾ.
അപ്പോൾ മസ്കാര യൂസ് ചെയ്യുന്നതിന് പകരം ഞാൻ ഈ ഐലൈനർ വെച്ചിട്ട് തന്നെ ഈ പീലിയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മസ്കാര ഞാൻ യൂസ് ചെയ്യുന്നില്ല. മസ്കാരയ്ക്ക് പകരം ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ ഇത്രയും അടിപൊളിയായിട്ട് നമുക്ക് കണ്ടെഴുതാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ മാക്കോ അല്ലെങ്കിൽ അതോ ഇതൊക്കെ വെച്ച് എഴുതുന്നതിനെക്കാട്ടും സൂപ്പർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്കിത് വളരെ ഭംഗിയായിട്ട് തോന്നി. പണ്ടത്തെ ആ ഒരു സ്കൂൾ ലൈഫൊക്കെ ഓർമ്മ വന്നു. ശരിക്കും ഈ ഐടെക്സിന്റെ കുപ്പിയും അതുപോലെ ആൽമയുടെ ചെറിയ കണ്ണെഴുതുന്നതും അതൊക്കെ എനിക്ക് ഓർമ്മ വരുവാണ്. ഞാൻ എന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്. എൻ്റെ സ്കൂൾ ടൈമിലെ മേക്കപ്പ് എന്താണെന്ന് ഞാൻ പറയാം. എൻ്റെ സ്കൂൾ ടൈമിലെ മേക്കപ്പ് ശരിക്കും ലാക്ടോകലമൈൻ ഇല്ല, ലാക്ടോകലമൈൻ ചെറുതായിട്ടൊന്ന് ഒന്ന് അപ്ലൈ ചെയ്യും, പിന്നെ ഒന്ന് കണ്ണെഴുതും. ഇത്രേ ഉള്ളൂ എൻ്റെ സ്കൂൾ ടൈമിലെ മേക്കപ്പ്. ഇപ്പോഴാണ് ഈ കോളേജിലൊക്കെ കയറിയപ്പോഴാണ് എൻ്റെ ഫൗണ്ടേഷനിലേക്കൊക്കെ വന്നത്. അതിന് മുമ്പ് ഫൗണ്ടേഷൻ എന്താണെന്ന് പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അടുത്ത ലിപ്സ്റ്റിക്കിലേക്ക് പോലെ മെബിലിൻ ന്യൂയോർക്കിന്റെ ഇന്റൻസ് ക്രയോൺ എന്ന് പറയുന്ന ഒരു ലിപ് പെൻസിലാണ്, ലിപ് ക്രയോൺ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് വില വെറും 399 രൂപയേ ഉള്ളൂ. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന കളറാണ്. നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. നിർഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ ലിപ് ബാം ഇല്ല, ലിപ് പ്രൈമറേ ഉള്ളൂ. അത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല കളറുള്ള ഒരു ലിപ്സ്റ്റിക് ആട്ടോ, ഞാൻ ലൈറ്റ് ആയിട്ട് ഇടുന്നുള്ളൂ. ലൈറ്റ് ആയിട്ടിട്ട് ആദ്യമേ മേടിച്ചിട്ടിട്ട് ഇങ്ങനെ നാക്കുന്നതാണ് താഴെയായി. നല്ല അഫോർഡബിൾ പ്രൈസ് കിട്ടുന്ന നല്ലൊരു ലിപ് ക്രയോൺ ആണ് ഇത്. നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും. ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും, പോകത്തില്ല. അല്ലെങ്കിൽ മെബിലിൻ്റെ ലിപ്സ്റ്റിക് ഒക്കെ സൂപ്പർ സ്റ്റേ മാറ്റ് ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ബ്രൈഡ്സിനൊക്കെ ഇട്ട് കൊടുക്കുന്ന ലിപ്സ്റ്റിക്കാണ്. രാവിലെ ഇട്ട് അങ്ങനെ എന്നുള്ളൂ വൈകിട്ട് വരെ. നല്ല അഫോർഡബിൾ പ്രൈസ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ലിക്വിഡ് ലിപ്സ്റ്റിക്കിന് മെബിലിൻ്റെ ഒരു 700 ആ ഒരു റേഞ്ച് ആവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിശയിക്കണ്ട. മാറ്റിൻ്റെ റെട്രോ മാറ്റ് ലിപ്സ്റ്റിക്കിനോട് കട പിടിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് മെബിലിൻ്റെ സൂപ്പർ മാറ്റ് ലിപ്സ്റ്റിക്ക്. ബ്രൈഡ്സിനൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. മാക്കിൻ്റെ ആ ലിപ്സ്റ്റിക്കിന് എനിക്ക് തോന്നുന്നൊരു 2500 പ്രൈസ് വരുമ്പോൾ മെബിലിൻ്റെ വെറും 700 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പ്രൈസും ഭയങ്കര അമേസിങ് ആണ്. ഇനി നമുക്കിത് ചെറിയ ബ്ലഷായിട്ട് നമുക്ക് കവിളിലും ഇട്ട് കൊടുക്കാം. ശരിക്കും നമ്മൾ ബ്ലഷ് ഇടുന്നത് എന്തിനാണ്? ഒരു നാച്ചുറൽ ഗ്ലോയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ബ്ലഷ് ഇടുന്നത്. നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ കവിളൊക്കെ തൊടുത്ത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഷ് ഇടുന്നത് അല്ലേ. കുറച്ച് മൂക്കും കൂടെ ഒന്ന് തുടിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. ഇതൊന്നും മേക്കപ്പ് സ്റ്റെപ്സിൽ ഉള്ള കാര്യങ്ങളല്ല, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ് മൂക്കിൻ്റെ അറ്റമൊന്നും ചുമന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇടുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ലുക്ക് കേട്ടോ. ഇത് ആർക്കും അഫോർഡബിൾ ആയിട്ടുള്ള, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്, എന്നാൽ സ്കിന്നിന് ഒരു ഹാംഫുള്ളും അല്ല. എല്ലാം നല്ല നല്ല ബ്രാൻഡ്സിന്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്തുള്ളൊരു മേക്കപ്പ് ആണ് ഇന്ന് ഞാൻ ചെയ്തത്. എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തിയേക്കൂ. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. അപ്പോൾ ഇന്നത്തെ ഈ ലുക്കിനൊപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മുടെ എറണാകുളം ലൈഫ് സ്റ്റൈലിൽ നിന്ന് എടുത്തതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.